വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗവും. നിങ്ങളെ ഇതിനകത്തിൽ വലുതായിട്ട് ഒന്നും ചോദിക്കത്തക്കതായിട്ട് വലിയ ക്വസ്റ്റ്യൻസുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാവും നിങ്ങളെ ഞാനിത് ഇടാഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ബാക്കി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ കാരണം ഇതിനകത്തിൽ നമ്മൾ നേരത്തെ പഠിച്ച രീതിയിലുള്ള ഒരു 3-4 കണക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഇടാതിരുന്നത്. എന്നാലും ഞാൻ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇനി ആ സംശയം ഉണ്ടെങ്കിൽ അതങ്ങ് തീർക്കാവും. നിങ്ങളെ നോക്കിക്കേ, ഇവിടെ 3 ട്രയാങ്കിളുകൾ കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിളുകളാണ് ത്രികോണങ്ങൾ അല്ലേ. ഇവിടെ നോക്കിക്കേ, 6 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ഉള്ള ഓരോ ട്രയാങ്കിളാണ് തന്നിരിക്കുന്നത് അല്ലേ, ത്രികോണങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇത് ഇവിടെ എന്തോ പ്രത്യേകം നോക്കിയേ, 2 ആംഗിളുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 2 കോണുകൾ തന്നിട്ടുണ്ട്. എന്നാൽ ഒരു സൈഡ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചിട്ട് പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ടാണ് 40 ഡിഗ്രി, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് 60 ഡിഗ്രിയുള്ള നമ്മളൊരു ത്രികോണം നമുക്ക് വരയ്ക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 4 സെൻറ്റിമീറ്റർ വരച്ചാലും നമുക്ക് വരയ്ക്കാൻ പറ്റും, 3 സെൻറ്റിമീറ്റർ വെച്ചാലും വരയ്ക്കാൻ പറ്റും, 2 സെൻറ്റിമീറ്റർ വെച്ചാലും നമുക്ക് വരയ്ക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലേ. ഒരേ ഒരു ത്രികോണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മൾ ഇതിനകത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 കോണുകൾ മാത്രമല്ല, അവ നിൽക്കുന്ന വരയുടെ നീളവും നമുക്ക് നിശ്ചയിക്കണമെന്ന്. ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ഇവിടെ നമുക്ക് 6 സെൻറ്റിമീറ്റർ കിട്ടിയല്ലോ, നമുക്ക് വരയ്ക്കാമല്ലോ. 6 സെൻറ്റിമീറ്റർ വരയ്ക്കാം. അപ്പോൾ എന്താ, ഇവിടെ സ്കെയിൽ വെച്ചിട്ട് 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് എന്താ, പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്താ നിങ്ങളെ ഇവിടെയാണ് വെക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. ഇതിൻ്റെ 40 ഡിഗ്രി കറക്റ്റായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 40 ഡിഗ്രി പ്രൊട്രാക്ടർ ഇപ്പുറത്ത് വെച്ചിട്ട് കണ്ടോ, ഇത് എവിടാ വെക്കുന്നതെന്ന് തിരിഞ്ഞു പോലെ നിങ്ങളെ. ഇതിൻ്റെ എൻഡ് പോയിന്റ് ഇല്ലേ, ഇവിടെ വെച്ചിട്ട് എത്ര എടുക്കാനാണ് പറഞ്ഞത്, 60 ഡിഗ്രി അങ്ങോട്ടും വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 60 ഡിഗ്രി തന്നെയാണ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം നമ്മുടെ ചോദ്യം എന്താണെന്നറിയോ, ഇതിപ്പം നമുക്കൊരു ട്രയാങ്കിൾ അല്ലെ ത്രികോണമാണെന്നറിയാം. അപ്പോൾ ഈ മൂന്നാമത്തെ ഇവിടെ മൂന്നാമത്തെ ഈ ആംഗിൾ കോൺ എത്ര ആണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഒരു ത്രികോണത്തിൻ്റെ മെഷർ എത്ര ആവും നിങ്ങളെ? 180 ഡിഗ്രിയാണ്. നമുക്കറിയാം, നമ്മൾ കുറേ പഠിച്ചതാ അല്ലേ, 180 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 60ഉം 40ഉം 100 തന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ മൂന്നാമത്തെ വശം നമുക്ക് കിട്ടിക്കൂടായോ? കിട്ടത്തില്ലേ? എത്ര? 80 കിട്ടുമല്ലോ. സംശയമുണ്ടോ നിങ്ങളെ? 80. ഇനി നമുക്ക് വശങ്ങളും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എന്താ വശങ്ങൾ? നമ്മൾ ഇത് 40 ഡിഗ്രി ഇങ്ങോട്ടും വരച്ചു, 60 ഡിഗ്രി ഇങ്ങോട്ടും വരച്ചെങ്കിൽ നമ്മൾ എന്താണ്, ഇപ്പം 40 ഡിഗ്രി എടുത്തിട്ട് ഞാൻ അത് ചെയ്തില്ല കുഞ്ഞുങ്ങളെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മാത്രം റഫായിട്ടൊന്നും എഴുതിയുള്ളൂ, മെഷറൊന്നും എഴുതിയില്ല. നോക്കിക്കേ, ഇപ്പം ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റ്യനിൽ 40 ഡിഗ്രി അങ്ങോട്ടും വരച്ചു, 60 ഡിഗ്രി ഇങ്ങോട്ടും വരച്ചു. അപ്പം 40 ഡിഗ്രി നമ്മൾ പ്രൊട്രാക്ടറിൽ വെച്ച് അങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ നേരെ അങ്ങ് പോവുക, ഇങ്ങനെ നേരെ അങ്ങ് വരയ്ക്കണം കേട്ടോ. 40 ഡിഗ്രി പ്രൊട്രാക്ടറിൽ അങ്ങോട്ട് നേരെ, അതുപോലെ 60 ഡിഗ്രി ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നേരെ. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഇവിടെ ഒരു പോയിന്റാണ് നമ്മൾ ഇത് ജോയിൻ ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ ഇവിടെ എത്ര സെൻറ്റിമീറ്റർ ആണെന്നും നമുക്ക് സ്കെയിൽ വെച്ചിട്ട് അളന്ന് എഴുതാൻ പറ്റും. ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടില്ല, ഞാനങ്ങ് പറഞ്ഞതാണ്. നമുക്ക് അപ്പോൾ എത്രയാ വരുന്നതെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ 0 മുതലാണ് ഇങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പം നമുക്ക് വശങ്ങളും കിട്ടും, അകത്തെ കോണുകളും കിട്ടും. അതിനകത്ത് സംശയം ഉണ്ടോ നിങ്ങളെ? എങ്ങനെയാ വശം കിട്ടുന്നതെന്നോ കോണ് കിട്ടുന്നതെന്നോ സംശയമുണ്ടോ? എങ്ങനെയാ നിങ്ങളെ? ഇവിടെ 40 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ 60 ഡിഗ്രി, 60ഉം 40ഉം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തെ കോൺ നമുക്കറിയാം എന്താണ്, 180 ആണ്. ട്രയാങ്കിൾ ത്രികോണം എന്ന് കേൾക്കുമ്പോഴേ 180 ഡിഗ്രിയാണ്, സംശയമില്ലല്ലോ. അപ്പം നമുക്ക് 100 ഉണ്ട്, അപ്പം ഇവിടെ എത്രയാണ്? 80 ആണ്. അപ്പം നമുക്ക് അകത്തെ കോൺ കിട്ടി. ഇനി വശങ്ങൾ ഇവിടെ ചോദിച്ചിട്ടില്ല, എന്നാലും ഞാൻ പറയുകയാണ്, വശങ്ങളും നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിച്ച് എഴുതാവുന്നതാണ്. ഇനി നോക്കിക്കേ, 4 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നു. എന്നാലും നമുക്കറിയാം കോണുകൾ ഇവിടെ 40, ഇവിടെ 60. അപ്പം ഞങ്ങൾക്കറിയാം ഇവിടെ 80 ആണെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ അത് തന്നെ. അതിപ്പോൾ ഇവിടെ താഴത്തെ സെൻറ്റിമീറ്റർ എത്രയോ ആയിക്കോട്ടെ കേട്ടോ. നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ എപ്പോഴും എത്ര നിങ്ങളെ? 180 ആയിരിക്കും. അപ്പം നമ്മൾ 180ൽ നിന്നും തന്നിരിക്കുന്നത് ഈ 2 എണ്ണം കൂടെ കൂട്ടിയിട്ട് 180ൽ നിന്ന് കുറയ്ക്കുമ്പോൾ എത്രയാണോ ഇവിടെ വരുന്നത് അത് അങ്ങ് എഴുതിക്കോണം കേട്ടോ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് അടുത്ത ടെസ്റ്റിലെ ഒരു ചോദ്യം നോക്കി നിങ്ങൾ.
ഒരു മറു ചോദ്യമുണ്ട്. ഒരു വശത്തിന്റെ നീളം 4 സെന്റിമീറ്റർ ആണല്ലോ, അതിന്മേൽ 40 ഡിഗ്രി 60 ഡിഗ്രി കോണുകളുമായി പല ത്രികോണങ്ങൾ നമുക്ക് വരയ്ക്കാം, ശരിയല്ലേ? കാരണം ഈ 4 സെന്റിമീറ്റർ എന്നുള്ളത് നമുക്ക് ഈ സൈഡിൽ കൊണ്ടുവരാം അല്ലേ, ഇതാണ്ട് ഈ സൈഡിൽ കൊണ്ടുവരാം, ഇപ്പുറത്തെ സൈഡിൽ അത് അവർ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്, ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതായത് 2 ആംഗിളുകളുടെ ഇടയിലാണ് അല്ലേ, 2 ആംഗിളുടെ ഇടയിൽ സെന്റിമീറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നില്ല. അതായത് എന്താ 2 ആംഗിളുകളുണ്ട് അല്ലേ, 2 ആംഗിൾ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇതിനെ നിങ്ങൾ പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരു സൈഡ് മാത്രമേ നമുക്ക് ഒരു വശം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് അതുകൊണ്ട് ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണങ്ങൾ വരയ്ക്കാൻ പറ്റുമോ? ഇതിനകത്തുള്ളൊരു 40ഉം 60ഉം ഡിഗ്രി തന്നിട്ടുണ്ട്, പറ്റുമോ കുഞ്ഞുങ്ങളെ? പറ്റും. എന്നാണ്ട് അവരിവിടെ ചെയ്ത് തന്നെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? അടുത്ത നോക്കിക്കേ, കോണുകളുടെ സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇനിയും വരയ്ക്കാമെന്ന. പക്ഷേ ഇവയെല്ലാം തന്നെ മുമ്പ് കണ്ടതുപോലെ ഒരേ ത്രികോണത്തിന്റെ തിരിച്ചും മറിച്ചുമൊക്കെ വെച്ചതല്ലേ. അതായത് ഒരു വശം 4 സെന്റിമീറ്ററും അതിന്മേലുള്ള കോണുകൾ 40 ഡിഗ്രിയും 60 ഡിഗ്രിയുമായ ഒരു ത്രികോണമല്ലേ എന്ന് ആണല്ലോ. നമ്മൾ അതല്ലേ ഇപ്പൊ ചെയ്തത്, 40ഉം 60ഉം. ഇതിനിപ്പോ തിരിച്ചു വെച്ചാൽ എന്താ, 4 സെന്റിമീറ്ററിലാണ് 40ഉം 60ഉം, 4 സെന്റിമീറ്റർ 40ഉം 60ഉം. ഇവിടെ എന്താ ഓപ്പോസിറ്റ് ആംഗിൾ നമ്മൾ ഓപ്പോസിറ്റ് അല്ല, കണ്ടുപിടിക്കാനുള്ള ആംഗിൾ ഏതാണെന്ന് വേണം നമുക്ക് അതും കണ്ടുപിടിച്ച് എഴുതാം കേട്ടോ. എത്ര? 180 എന്നാണ് കുഞ്ഞുങ്ങളെ, 180 നിന്നാണ് കുറയ്ക്കേണ്ടത്, അത് മറക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ വലിപ്പം നമ്മളൊന്ന് മാറ്റുക. ഇത് 4 സെന്റിമീറ്റർ ആയിരുന്നു ഇല്ലയോ, ഇതിനെ നമ്മൾ 6 സെന്റിമീറ്റർ ആക്കിയാൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? നോക്കിക്കേ, 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. 50 ഡിഗ്രി 70 ഡിഗ്രി തന്നിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പൊ ഈ വശം എത്ര ആയിരിക്കും കുഞ്ഞുങ്ങളെ? എത്ര ആയിരിക്കും? നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് പറയാമോ? എത്ര? 70 ഉണ്ട് 50 ഉണ്ട്, എത്ര ആയിരിക്കും? എത്രയായിരിക്കും കുഞ്ഞുങ്ങളെ? 7ഉം 5ഉം 12. അപ്പം 120 ഡിഗ്രി ഇവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ. നമുക്ക് എത്ര വേണ്ടുന്നത്? 180 വേണ്ടുന്നത്. അപ്പം ബാക്കി എത്രയും കൂടെ ഉണ്ട്? 60 ഡിഗ്രിയും കൂടി ഇവിടെ വേണം അല്ലേ. അപ്പം എന്തുമായി? ഒരു ട്രയാങ്കിൾ ആയി അല്ലേ. ഇങ്ങനെ ഒരു ത്രികോണത്തിന്റെ വലിപ്പം മാറ്റി വരയ്ക്കാനും നമുക്ക് എളുപ്പമായി അല്ലേ. ഇതിപ്പം 4 സെന്റിമീറ്റർ ആയത് നമ്മൾ 6 സെന്റിമീറ്റർ വെച്ചിട്ട് ആംഗിൾ വെച്ചിട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുമോ നിങ്ങളെ? അറിയാമല്ലോ. സംശയം വല്ലതും ഉണ്ടോ? അതായത് അകത്തെ മെഷറാണ് ഞാൻ എപ്പോഴും പറയുന്നത് 180 എന്നുള്ളത്. വശങ്ങൾ നമുക്ക് ഒരു വശം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പറ്റുമല്ലോ, പറ്റണം കേട്ടോ. 6 സെന്റിമീറ്റർ ആണ് താഴെ വരയ്ക്കേണ്ടത്. നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ 50 എടുക്കുക, ഇവിടെ 70 എടുക്കുക, എന്നിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുത്താണ് ഇതിൻ്റെ പോയിന്റ് വരുന്നത്. അതൊക്കെ അറിയാമല്ലോ. ഓക്കെ, 7ഉം 5ഉം 12, 12ഉം 6ഉം 18. ഓക്കെ, 180. നോക്കിക്കേ, ഇനി ടെസ്റ്റ് അടുത്ത ചോദ്യം നോക്കൂ നിങ്ങളെ. ഇത് 6 സെന്റിമീറ്റർ, അത് ഞാൻ വരച്ചു നോക്കിയതാണ്ടേ. 6 സെന്റിമീറ്റർ നീളത്തിൽ ബാക്കി 4 സെന്റിമീറ്റർ നീളത്തിലും നമ്മുടെ ടെസ്റ്റിൽ ഒരു പടം കൊടുത്തിട്ടുണ്ട്. 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും. ഇനി നോക്കിക്കേ, ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഇവിടെ 50 70, എന്തുകൊണ്ടാണ് അവിടെ 50 70 വന്നത്? എന്തുകൊണ്ടാവും നിങ്ങളെ? ഇതൊരു സമാന്തര എന്താ നമുക്ക് പഠിക്കാനുണ്ടല്ലോ, നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങളെ? എന്താ ഇത്? സമാന്തര കോണുകളല്ലേ, പാരലൽ ലൈൻ അല്ലേ ആണോ കുഞ്ഞുങ്ങളെ? എന്തുകൊണ്ടാണെന്നറിയാവോ? പാരലൽ ലൈൻ്റെ പ്രത്യേകത എന്താ കുഞ്ഞുങ്ങളെ? ഇങ്ങനൊരു പടം നിങ്ങൾക്കുണ്ടല്ലോ. പാരലൽ ലൈൻ്റെ പ്രത്യേകത ഞാൻ റഫായിട്ടൊന്ന് കാണിക്കാം. നോക്കിക്കേ, ഈ ലൈൻ കണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? 1ാമത്തെ ചാപ്റ്ററിലെ ഓർമ്മയുണ്ടോ? എൻ്റെ ക്ലാസ് കണ്ടായിരുന്നോ കുഞ്ഞുങ്ങളെ? കണ്ടിട്ടുണ്ടോ? പാരലൽ ലൈനാണ് അവർ. കണ്ടോ? പാരലൽ എന്ന് വെച്ചാൽ എന്താ? ഇവർ ഒരു കാരണവശാലും കൂട്ടിമുട്ടത്തില്ല. ഇവരെന്താണ്? ഒരു കാരണവശാലും കൂട്ടിമുട്ടത്തില്ല. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരയ്ക്കുക, ഒരു 2 സെന്റിമീറ്റർ ഒക്കെ വരച്ചെന്ന് വെച്ചു. അപ്പോൾ എന്താണ്? ഇവിടെ വരുമ്പം വീണ്ടും എന്താണ്? ഒരു 50 ഡിഗ്രി ഫോം ചെയ്യും അല്ലേ. അപ്പോൾ എന്താണ്? നോക്കുന്നുണ്ടോ നിങ്ങൾ? കാണുന്നുണ്ടോ നിങ്ങളെ? ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50 അല്ലേ. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 50. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ എന്താണ്? ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാലും അത് തന്നെയല്ലേ. നമ്മൾ ഈ ലൈൻ ഇല്ലെന്ന് വെച്ചു, എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വരച്ചേ, ഇത് 70 ആണല്ലോ. ഇതും എന്താണ്? 70. ഈ 2 വരകൾ തങ്ങളിൽ എന്താണ്? ഒരു കാരണവശാലും അവർ തങ്ങളിലും കൂട്ടിമുട്ടുന്നില്ല. സമാന്തര വരകൾ അല്ലെ, വര എന്ന് എങ്ങനെ പറഞ്ഞാൽ സമാന്തര വരകളാണ് അല്ലേ. അവരെന്താ? ഒരു കാരണവശാലും ഈ 2 ലൈനുകൾ തങ്ങളിൽ. ഇനി നമ്മൾ ഇങ്ങോട്ട്
നീട്ടി വരച്ചെന്ന് വെച്ചോ. നീട്ടി വരയ്ക്കുമ്പോൾ നാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ഇതെന്ന് വെച്ചാൽ ഏതാണ്ട് ഈ 2 വരകൾ ഇങ്ങനെ കാണുന്നുണ്ടോ നിങ്ങളെ? നാണ്ട ഇത് നോക്കിക്കേ, ഇവിടെ എത്ര ആണോ വരുന്നത് അത് തന്നെയായിരിക്കും ഇവിടെയും വരുന്ന നീളം. ഇവിടെ എത്ര ആണോ അത് തന്നെയായിരിക്കും ഇവിടെ. കാരണം ഇവിടെ എന്താ ഒരേ അളവിലായിരിക്കും. നമ്മൾ ട്രെയിൻ പാളത്തിൻ്റെ കാര്യം പഠിച്ച ഓർമ്മയുണ്ടോ? പാരലൽ ലൈനകത്തിൽ. കാരണം അവരൊരു കാരണവശാലും കൂട്ടിമുട്ടുന്നില്ല. അവരുടെ മെഷർ എപ്പോഴും ഒരുപോലെ ആയിരിക്കും. അതുപോലെ ആയിരിക്കും ഈ ലൈൻ്റെ എന്താണ് ഒരേപോലെ ആയിരിക്കും. എന്താ അവരൊരു കാരണവശാലും കൂട്ടിമുട്ടത്തില്ല. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50, ഇവിടെ 50 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 70 ഇങ്ങനെ നമുക്ക് ടെസ്റ്റിൽ ഒരു പടം നാണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടായിരുന്നോ നിങ്ങളേത് ടെസ്റ്റിലെ പടം? എന്താ അവരൊരു കാരണവശാലും എന്താണ് അതുപോലെ തന്നെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് അവരെ എന്താണ്ട് ഞാൻ കാണിക്കാമേ. ആണേ കാണുന്നുണ്ടോ? ഇതാണ്. ഇതെന്താ ഇവരൊരു കാരണവശാലും കൂട്ടിമുട്ടുന്നില്ല. ഞാനിപ്പോൾ ഈ വരച്ച നിങ്ങളങ്ങ് ഓർത്താൽ മതി. എന്താ എന്നാണ്ടേ ഇത് നിങ്ങൾ ടെസ്റ്റ് വരയ്ക്കരുതെന്നാണ് ഞാനങ്ങ് മായച്ച് കളയുന്നുണ്ട്. ഇങ്ങനെ 1 2 ഇവരൊരു കാരണവശാലും കൂട്ടിമുട്ടുന്നില്ല. അടുത്ത നോക്കിക്കേ കണ്ടേ ഇത് അടുത്താണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും കണ്ടോ. എന്നിട്ട് ഇതിനെ ഈ മേളത്തെ ലൈൻ യോജിപ്പിച്ചിരിക്കുമോ അത് നിങ്ങൾ ഇതുപോലെ എനിക്ക് കളറടിക്കാൻ നേരമില്ലാഞ്ഞുകൊണ്ടാവും. ഞങ്ങൾ ഇതിനെ കളറടിച്ച് നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. കളറടിക്കണേ, ഇതുപോലെ തന്നെ വരച്ച് കളറടിക്കണം കേട്ടോ. ഈ ടെസ്റ്റ് കിടപ്പുണ്ട്. അടുത്ത കുഞ്ഞുങ്ങളെ ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം വരയ്ക്കുക. അതായത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആട്ടോ. എന്ന് വെച്ചാൽ 30 ഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട്, 30 ഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാൻ ഒരെണ്ണം വരച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ വരച്ചു തരാം കുഞ്ഞുങ്ങളെ, എളുപ്പമുള്ളതാണ്. നോക്കിക്കേ, നമ്മൾ സ്കെയിലിൽ 6 സെൻറ്റിമീറ്റർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര. 0 0 to 6 0 to 6 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക അല്ലേ, ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ സൈഡിൽ വെച്ചിട്ട് കറക്റ്റായിട്ടായിരിക്കണം, അല്ലേ കിട്ടത്തില്ല കേട്ടോ, കറക്റ്റ് ആയിരിക്കണം. പൊട്രാക്ടറൊക്കെ ആരുടെയും ഇപ്പോഴേ സ്കൂൾ തുറന്നപ്പോൾ മേടിച്ച് കാണും ഇല്ലയോ? അതൊക്കെ ഉണ്ടാവും നിങ്ങളെ. അപ്പോൾ 30 ഡിഗ്രി എടുക്കുക. എത്ര നിങ്ങളെ? 30. ഇവിടെ ഇപ്പുറത്തെ സൈഡും വെച്ചിട്ട് 30 സൈഡൊക്കെ ഓർമ്മയുണ്ട്. 2 സൈഡിലും ഇതുപോലെ വെച്ചിട്ട് 30 ഡിഗ്രി എടുക്കുക. അപ്പോൾ 2 സൈഡിലും, അപ്പോൾ ഈ 2 ഇടത്തോട്ടും ഇരിക്കുന്ന കണ്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ ജോലി എന്താണ്? അതിനെ നേരെ വരയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങളെ 30 ഇവിടെ നിന്നല്ലേ എടുത്തേ ആദ്യത്തെ. അപ്പോൾ ഇതിനെ ഇങ്ങനെ കൊണ്ടുവരിക. ഇവിടുന്ന് 30 എടുത്തതിനെ ഇങ്ങനെ വരയ്ക്കുക. ഇതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടാവും നിങ്ങളെ. 30 ഡിഗ്രി വരയ്ക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ടില്ലേ നമ്മളോട്. 30 ഡിഗ്രി 30 തന്നെയാണേ. ഇവിടെ എത്ര നിങ്ങളെ? 30 ഡിഗ്രി. അത് ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളുടെ ജോലി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? എറൈസർ കൊണ്ടുവന്ന് ഈ മേപ്പോട്ട് വരച്ച ഈ ലൈൻ അങ്ങ് മായ്ച്ച് കളയണം കേട്ടോ. കാരണം നമ്മൾ ഒരു പടം വരയ്ക്കാൻ പോവില്ലേ, അപ്പം ഇതങ്ങ് മായ്ച്ച് കളയണം. മായ്ക്കണേ. മായ്ച്ചിട്ട് എന്ത് ചെയ്തറിയോ? ഒരു പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ നേരെ ഒരു വര വരയ്ക്കുക. എങ്ങനെ നിങ്ങളെ ഈ കുത്ത് വന്നില്ലേ, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തതാണ്ട് ഈ സ്ഥലമില്ലേ, അവിടെ നേരെ ഒരു വര വരയ്ക്കുക. ഒരുപാടങ്ങ് വേണ്ട, ഒരു ആവറേജ് ഒരു നേരെ ഒരു വര വരയ്ക്കുക. കണ്ടോ? എന്നിട്ട് ഇവിടെ എത്ര നോക്കിക്കേ. ഇവിടെ മെഷർ വല്ലതും തന്നിട്ടുണ്ടോ നമ്മളോട്? ഇല്ലല്ലോ. അപ്പോൾ ഈ 30 ഡിഗ്രി അല്ലേ. അപ്പം ഇതിനെ രണ്ടിനെയും കൂടെ ഈ മൂലയില്ലേ കുഞ്ഞുങ്ങളെ, ഈ കോർണറും ഇവിടെ രണ്ടും കൂടെ ഇങ്ങനെ യോജിപ്പിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പൊട്രാക്ടർ എടുത്തിട്ട് നോക്കുക അത് 30 ഡിഗ്രി തന്നെയാണോന്ന്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഒരിച്ചിരി നീങ്ങിയിട്ടുണ്ടല്ലേ. ഇവിടെ 30 ഡിഗ്രി വന്നിട്ടുണ്ടോ? ഈ വര കണ്ടോ? 30 ഡിഗ്രി തന്നെ വരണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കെയിൽ എന്തെങ്കിലും നീങ്ങിയത് വല്ലതും ആയിരിക്കും. 30 ഡിഗ്രി. ഇനി എന്താണ്? ഈ 2 ഇവിടുന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്യുക. എന്നിട്ട് അവിടെയും പൊട്രാക്ടർ വെച്ച് നോക്കുക അതും 30 ആണോന്ന്. വെക്കാൻ അറിയണേ. പൊട്രാക്ടർ എവിടേക്കാണ് വെക്കുന്നതെന്ന് അറിയണേ നിങ്ങളെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതാണ്ട് ഇവിടെ 30 കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? 30 വന്ന കണ്ടോ? അപ്പം ഇവിടെ വേണം ഇതിൻ്റെ ഈ എഡ്ജ് കണ്ടോ? ഈ കുത്ത് ഇവിടെ വന്നിട്ട് ഈ 30 കണ്ടോ? ഈ വരയെ തന്നെ വരണം. അതായത് പൊട്രാക്ടറിൽ നമ്മൾ എടുക്കുമ്പോൾ എന്തും ഇവിടെ പ്രത്യേകത? ഇവിടെയും 30 ആയിരിക്കും. ഇതോ നിങ്ങളെ വരയ്ക്കാൻ തെറ്റിപ്പോലെ. ഇവിടെയും 30 ഇവിടെയും 30 ഇവിടെയും 30 ഇവിടെയും 30. അതായത് എത്ര?
അപ്പോൾ ഇവിടെ എത്രയായിരിക്കും നടുക്ക് എന്താ ഇവിടെ നേരെയല്ലേ വരച്ചു, പക്ഷെ നമ്മളോട് നടുക്കലത്തെ ചോദിച്ചിട്ടില്ല, പിന്നെ ഇതിന് നമ്മൾ അപ്പം ഇത് 4 എന്താ 1 2 3 കോർണറും അല്ലേ എന്തായിരിക്കും ഒരുപോലെ ആയിരിക്കും. എന്താ ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ 180 അല്ലേ കുഞ്ഞുങ്ങളെ? ആണല്ലോ. അപ്പോൾ ഇതെത്ര 60, ഇതും 60, ഇതും 60, 60 60 60 180 ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് മെഷർ കിട്ടി. നിങ്ങളെ തെറ്റല്ലേ? അതായത് 6 സെൻറ്റിമീറ്റർ നീളത്തിൽ, 6 തന്നെയല്ലേ കുഞ്ഞുങ്ങളെ? 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രി ഇങ്ങോട്ടും 30 ഡിഗ്രി അങ്ങോട്ടും വരയ്ക്കുക. കുത്തു നോക്കി തന്നെ 30 ഇവിടുന്ന് എടുത്തതിന് നേരെ, ഇവിടുന്ന് എടുത്തതിന് നേരെ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നിടത്ത് കണ്ടോ. എന്നിട്ട് നേരെ മേപ്പോട്ട്, കൂടുതൽ അങ്ങ് മേപ്പോട്ട് പോകരുത്, ഒരു ആവറേജ് 30 ആവറേജ് നേരെ വരച്ചിട്ട് വന്ന് നിൽക്കുന്നതും ദാണ്ട് ഈ എൻഡുമായിട്ട് യോജിപ്പിക്കുക. അങ്ങനെ ഇവിടെ അതുപോലെ ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 തന്നെ കറക്റ്റ് ആക്കി എഴുതുക. എളുപ്പമുള്ളൊരു പടം കേട്ടോ. കാണുമ്പോൾ ഇതിങ്ങനെയാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് എളുപ്പമുള്ളൊരു പടമാണ് കേട്ടോ കുഞ്ഞുങ്ങളെ. ഞാൻ പറയുമ്പം എളുപ്പമാണെന്ന് തോന്നുന്നെങ്കിലും, പറയുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? അത് നിങ്ങൾ ചെയ്ത് നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ കേട്ടോ. അടുത്തത് പിന്നെ വേണ്ട ഈ പടമാണ് കുഞ്ഞുങ്ങളെ ഇമ്പോർട്ടൻ്റ്. നോക്കിക്കേ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൻ്റെ പ്രത്യേകം നോക്കൂ കുഞ്ഞുങ്ങളെ, ഇത് നേരെ ഇരിക്കുക കേട്ടോ. നേരെ ഇരിക്കുവാണെങ്കിൽ അതൊരു മട്ട ത്രികോണമാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എന്താ കുഞ്ഞുങ്ങളെ? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതിനകത്ത് വേറെ കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചുരുക്കി അങ്ങ് പറയുക കേട്ടോ. വേറെ കുറേ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താ കുഞ്ഞുങ്ങളെ? നേരെ ഇരിക്കുന്ന ഒരു സൈഡ് നേരെയാണെങ്കിൽ, ഏതെങ്കിലും ഒരു സൈഡ്, ഇത് വേണേൽ തിരിഞ്ഞ് ഇപ്പുറത്തോട്ടിരുന്നോട്ടെ, എങ്ങോട്ടിരുന്നാലും ഏതെങ്കിലും ഒരു സൈഡ് നേരെയാണെങ്കിൽ അത് അവിടെ എത്രയായിരിക്കും കുഞ്ഞുങ്ങളെ? അവിടെ 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഇവിടെ 90 ഉണ്ട്, ഇവിടെ 60 ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ വല്ലതും? കേട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ല കേട്ടോ. കാരണം എന്താണെന്നറിയാം, ഇതൊരു സെറ്റ് സ്ക്വയർ ആണ്. എന്തുകൊണ്ടാണ്? കാരണം ഒരു വശം 90, 30, 60 വരുന്ന സെറ്റ് സ്ക്വയർ നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ കിടപ്പുണ്ട് കേട്ടോ. ഒന്ന് നോക്കണേ, കാണും കേട്ടോ. എന്താ നിങ്ങളെ 90 ഡിഗ്രി, 60 ഡിഗ്രി, 30 ഡിഗ്രി. കാരണം എന്താണ്? ഇത് മൂന്നൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരണം? 180 വരികയും വേണം. ഇത് എളുപ്പ വഴി ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതൊരു മട്ട ത്രികോണമാണ്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ? നേരെ ഇരിക്കുന്നത്, നിങ്ങൾ ഈ ക്ലൂ അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. എന്താ? നേരെ ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ എളുപ്പ വഴിയാണ് കുഞ്ഞുങ്ങളെ. അതെന്താണ്? നേരെ ഇരിക്കുന്നതാണെങ്കിൽ അതൊരു മട്ട ത്രികോണമാണ്, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വശം നമുക്ക് നേരെ ഇരിക്കുന്നതാണെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു വശം എപ്പോഴും എത്രയാണ്? 90 ഡിഗ്രിയാണ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ 40 ഡിഗ്രി 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ 90ഉം 60ഉം കിട്ടി, 30 ഡിഗ്രിയും കൂടെ ആകുമ്പോൾ നമുക്ക് എന്താവും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവും. ഇതൊരു മട്ട ത്രികോണമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആണ് എന്ന് നമുക്ക് പറയാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ നിങ്ങളെ. അടുത്തത് ഇതാണ് നമ്മൾ വരച്ചത്. ഇത് മെഷർ ചെയ്തായിരുന്നു അല്ലേ? ഇവിടെ എത്രയാണ്? ഇവിടെ 30 ഡിഗ്രിയാണ്. ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? ഇവിടെ 90 ഡിഗ്രിയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? ഇത് 2 വശങ്ങൾ തന്നിട്ടുണ്ട്. 2 വശത്തിൻ്റെ ഇടയിലാണ് നമുക്ക് എന്ത് തന്നത്? ആംഗിൾ തന്നത്. 2 വശങ്ങളുടെ ഇടയിലാണ്. ഇതിനൊക്കെ ഒരുപാട് തിയറികളുണ്ട്, ഞാൻ അതിലോട്ട് പോകുന്നില്ല. 2 വശങ്ങളുടെ ഇടയിലാണ് ഇവിടെ ഒരു ആംഗിൾ വന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റുമെന്നേ ഉള്ളൂ കേട്ടോ. കൂടുതൽ ആലോചിക്കേണ്ട, നമുക്കൊരു ത്രികോണം അല്ലെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പം നമ്മൾ നേരെ ഇരുന്നത് കൊണ്ടാണ് ഇവിടെ 90 വന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് 30 ഒക്കെ ആണല്ലോ. ഇനി നിങ്ങളുടെ 2 വശങ്ങളുടെ നീളവും അവയുടെ ഇടയിലല്ലാത്ത, ഇപ്പം നമ്മൾ പറഞ്ഞു 2 വശങ്ങളും അവയുടെ ഇടയിലാണ് എന്ത് വന്നത്? ഒരു ആംഗിൾ വന്നത്. അപ്പം നമ്മൾ അതിനെ വരച്ചു. മനസ്സിലായോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ 2 വശങ്ങളുടെ നീളവും അവയുടെ ഇടയിൽ അല്ലാത്ത ഒരു കോണും വരയ്ക്കുകയാണ്. അവയുടെ ഇടയിൽ അല്ലാത്ത ഒരു കോണും വരയ്ക്കുക. എങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളെ? ഞാൻ ഇവിടെ വരച്ച്, നിങ്ങളുടെ ടെസ്റ്റിൽ അതൊരു ചോദ്യമാണ്, ഞാൻ വരച്ച് വെച്ചിരിക്കുന്ന. നോക്കിക്കേ, ആദ്യമേ എന്താ പറഞ്ഞത്? 6 സെൻറ്റിമീറ്റർ നീളത്തിൽ, ഇതെന്താ 6 അല്ലേ? അത് പോട്ടെ കുഞ്ഞുങ്ങളെ. ഇവിടെ ഇട്ട് നോക്കിക്കേ, 6 സെൻറ്റിമീറ്റർ നീളത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ടെസ്റ്റിലെ ഇതെങ്ങനെ വരയ്ക്കുമെന്നാണ് കേട്ടോ. ടെസ്റ്റിലെ ഈ പടം കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? സർക്കിളിൻ്റെ അതെങ്ങനെ വരയ്ക്കുമെന്നാണ് അറിയാൻ വയ്യാത്തവർ നോക്കിക്കോ കുഞ്ഞുങ്ങളെ. ആദ്യമേ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. 6 0 മുതൽ 6 സെൻറ്റിമീറ്റർ. 6 എന്നുള്ളിടത്ത് എപ്പോഴും വന്ന് നിൽക്കുന്നിടത്ത് നിങ്ങളൊന്ന് തെളിയിച്ച് വരച്ചോ. അതാകുമ്പോൾ നിങ്ങൾ പ്രൊട്രാക്ടറൊക്കെ വെക്കുമ്പോൾ പ്രൊട്രാക്ടർ നീങ്ങത്തില്ല കേട്ടോ. പിന്നെന്താണ്? നമ്മുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് 30 ഡിഗ്രി അളന്ന് വരയ്ക്കുക.
വയ്ക്കുക. സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയർ വെക്കാൻ അറിയണേ കുഞ്ഞുങ്ങളെ. ദാണ്ട് അതിനകത്തിൽ ദാണ്ട് എല്ലാ സെറ്റ് സ്ക്വയറിലും എന്തെങ്കിലും ഒരു നടുക്ക് ദാണ്ട് ഇങ്ങനെ ഒരു സാധനം എന്തെങ്കിലും ഒന്നുകിൽ സൂര്യനായിരിക്കുമോ അതോ ചന്ദ്രനോ എന്തോ നക്ഷത്രമോ എന്തെങ്കിലും ആയിക്കോട്ടെ ദാണ്ട് ഇത് കാണും. അതിൽ വെച്ചിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. പിന്നെ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ താഴത്തെ വലിയ ലൈൻ സീറോയുടെ ലൈൻ, അതിൽ വേണം നമ്മുടെ ലൈൻ വെക്കാൻ കേട്ടോ. നോക്കൂ കുഞ്ഞുങ്ങളെ, ഈ സീറോയുടെ ലൈനിലാണ് നമ്മൾ ലൈൻ വെക്കേണ്ടത്. എത്ര വെക്കേണ്ടത്? ഇത്ര കുഞ്ഞുങ്ങളെ 30 ഡിഗ്രി. 30 എവിടെയാണെന്ന് അറിയാമോ? 30 അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. തണ്ട ഇങ്ങനെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഈ 30 നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഒരു വര അങ്ങ് വരയ്ക്കുക. നേരെ ഒരു വര. ഇനി നമ്മളോട് പറഞ്ഞത് ഒരു സൈഡ് 4, മറ്റേ സൈഡ് 4 സെൻറ്റിമീറ്റർ. നമ്മൾ ഇതിൽ എവിടെ 4 വെച്ച് വരയ്ക്കും എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ, ദാണ്ടെ 4 സെൻറ്റിമീറ്ററേ കാണാൻ പറ്റുന്നുണ്ടോ? ദാണ്ടെ 0 തൊട്ട് 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം കാണാൻ പറ്റുന്നുണ്ടോ? ദാണ്ടെ 0 മുതൽ 4 സെൻറ്റിമീറ്റർ. ദാണ്ട് ഇങ്ങനെയാണ് നമുക്കൊരു ട്രയാങ്കിൾ വന്നത്. ഇപ്പം മനസ്സിലായോ? അതായത് നമുക്ക് എന്താ 6 സെൻറ്റിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്, 30 ഡിഗ്രി ഇവിടെ തന്നിട്ടുണ്ട്, 4 സെൻറ്റിമീറ്റർ ഇവിടെയും തന്നിട്ടുണ്ട്. 6 സെൻറ്റിമീറ്റർ നീളത്തിൽ വരയും അതിൻ്റെ വലത്ത് അറ്റത്ത് 30 ഡിഗ്രി കോണും നമുക്ക് വരച്ചല്ലോ. ഇനി നിങ്ങളോട് ചോദിച്ചത് എന്താണെന്നറിയോ? ത്രികോണത്തിൻ്റെ ഈ മൂന്നാമത്തെ മൂല ഈ വരയിൽ എവിടെയെങ്കിലും ആകണമല്ലോ. താഴത്തെ വരയുടെ ഇടത്തെ അറ്റത്ത് നിന്നും 4 സെൻറ്റിമീറ്റർ അകലെയും ആകണം. അതായത് ഇനി എങ്ങനെ ചെയ്യുമെന്നാണ് ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മൾ ഓൾറെഡി വരച്ച സംഭവമാണ്. അതാണ്ട് ഇത് ആദ്യമേ 6 സെൻറ്റിമീറ്റർ പേന വെച്ച് വരയ്ക്കണോ? കാണുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ആദ്യമേ 6 0 തെറ്റല്ലേ? 0 വെച്ചിട്ട് 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. അതിന് സംശയമില്ലല്ലോ. പിന്നെ നമ്മൾ 30 ഡിഗ്രി എന്തോത്തിലാവും നിങ്ങളെ പ്രൊട്രാക്ടറിൽ 30 ഡിഗ്രി എടുത്തിട്ട് വരയ്ക്കുക. പ്രൊട്രാക്ടറാണേ 30 ഡിഗ്രി അളന്ന് നേരെ ഒരു വര അങ്ങോട്ടങ്ങ് വരച്ചു കേട്ടോ. 30 ഡിഗ്രി വരയ്ക്കുക. സംശയമില്ലല്ലോ. ഇനിയും എന്ത് ചെയ്യുക? 4 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. 4 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 0 മുതൽ 4 വരെ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ വരയ്ക്കണേ. 0 മുതൽ 4 സെൻറ്റിമീറ്റർ. ഞാൻ പേന വെച്ച് തെളിച്ച് വരച്ചെന്നേ ഉള്ളൂ. 4 സെൻറ്റിമീറ്റർ കണ്ടോ. ഇനി ചോദിച്ചാൽ എന്താണെന്നറിയോ? ഈ 4 സെൻറ്റിമീറ്റർ ആരം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? റേഡിയസ്. ഇതിൻ്റെ റേഡിയസിനാണ് ആരം എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ മറ്റേ പഠിച്ചല്ലേ ആരം. ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 4 സെൻറ്റിമീറ്റർ ആണ്. ആ 4 സെൻറ്റിമീറ്റർ ആരം വരുന്ന ഒരു സർക്കിൾ വരയ്ക്കാനാണ് പറയുന്നത്. എത്ര കുഞ്ഞുങ്ങളെ? 4 സെൻറ്റിമീറ്റർ. ഇത് 4 സെൻറ്റിമീറ്റർ ആണല്ലോ. കണ്ടേ 4 സെൻറ്റിമീറ്റർ ആണല്ലോ. ഇനി നമ്മൾ പ്രത്യേകിച്ച് സ്കെയിലിൽ എടുക്കണ്ട അല്ലേ? 4 സെൻറ്റിമീറ്റർ. ഇനി അത് വെച്ചിട്ട് എന്ത് വരയ്ക്കാനാണ് പറഞ്ഞത്? സർക്കിൾ വരയ്ക്കാനാണ്. എന്താ നിങ്ങളെ? സർക്കിൾ വരയ്ക്കാൻ. കണ്ടോ? തെളിഞ്ഞു വരുന്നുണ്ടോ? ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക? ഇത് എങ്ങോട്ട് വരച്ചാലും 4 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും ഇല്ലേ? എങ്ങോട്ട് നീക്കി വരച്ചാലും 4 സെൻറ്റിമീറ്ററാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 0 നിന്നും നിങ്ങൾ അത് എങ്ങോട്ടൊന്ന് സ്കെയിൽ വെച്ച് നോക്കിക്കേ. 0 മുതൽ ഇവിടെ ഇങ്ങോട്ട് വരച്ചാലും 4, പിന്നെ ദാണ്ടെ ഇങ്ങോട്ട് വരച്ചാലും 4 കാണുന്നുണ്ടോ നിങ്ങൾ? ഏതാണ്ട് ഇവിടെ ഒരു ബിന്ദു വരുന്നുണ്ട്. ഇവിടെ സർക്കംഫറൻസ് അല്ലാണ്ട് ഇവിടെ ഒരു കണ്ടോ? അവിടെയും വരുന്നുണ്ട്. അപ്പോൾ അതിനും ഇതുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്തുകൂടായോ? 4 സെൻറ്റിമീറ്റർ കണ്ടോ? ഇങ്ങനൊരു വര വരയ്ക്കാം. ഇവിടെ നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഇതിനകത്തിൽ എത്ര ട്രയാങ്കിൾ വരുന്നുണ്ടെന്നാണ്. ഇതിനകത്തിൽ എത്ര ത്രികോണങ്ങൾ വരുന്നുണ്ട്? എത്ര എണ്ണം വരുന്നുണ്ടോ നിങ്ങളെ? 2 എണ്ണം വരുന്നുണ്ട്. ഇവിടെ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ടെസ്റ്റിലെ ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മനസ്സിലായോ? ഇത് നിങ്ങൾ ചോദിച്ച ഇതൊക്കെയാണോ നിങ്ങളെ? മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് എന്നോട് ചോദിച്ചതാണ് ഈ ക്വസ്റ്റ്യനൊക്കെയാണ്. ഇനി നിങ്ങളോട് ചോദിച്ചേക്കുന്നത് അത് 2 സെൻറ്റിമീറ്റർ. നമ്മളിപ്പോൾ ഇവിടെ എത്ര 4 വെച്ചല്ലേ കുഞ്ഞുങ്ങളെ ചെയ്തത്. ഇനി അത് 2 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ടോയെന്ന് നമ്മൾ ചെയ്യാൻ മെനക്കെടണ്ട. കാരണം എന്താ? നമുക്ക് കിട്ടത്തില്ല കേട്ടോ. 2 സെൻറ്റിമീറ്റർ ആയാൽ നമുക്ക് ഇത് വരച്ച് നോക്കിയാൽ കിട്ടത്തില്ല. വെറുതെ അത്രയും സമയം കളയണ്ട, കിട്ടത്തില്ല. പിന്നെ നിങ്ങളോട് ചോദിച്ചത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമോന്നാണ്. നമ്മൾ ഈ സെയിം രീതി തന്നെ ചെയ്യുക. എങ്ങനെയാണ് ചെയ്യേണ്ടത്? 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. 30 ഡിഗ്രി മേപ്പോട്ട് വരയ്ക്കുക കേട്ടോ. എന്നിട്ടോ ഇവിടെ എത്ര? 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഈ പോയിന്റിൽ നിന്നും ഈ വര വരച്ചില്ലേ? ഈ വര വന്ന് ചേർന്നത് ഇവിടാണ്. അപ്പം ഇതിലോട്ടുള്ള ആരം അല്ലെങ്കിൽ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ്. ആ 3 സെൻറ്റിമീറ്റർ എടുത്തൊരു സർക്കിൾ വരയ്ക്കുക. ഇനി ഇതിനകത്ത് ട്രയാങ്കിളിനകത്ത് എവിടെയെങ്കിലും വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വരയ്ക്കാൻ
എന്താ പറ്റത്തില്ല, കാരണം നമുക്ക് 30 ഡിഗ്രി ആയതുകൊണ്ട് ഈ ഒരൊറ്റ ഇതിലല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. കുഞ്ഞുങ്ങളെ മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഏകദേശം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത ഓർമ്മയുണ്ടോ? ഇതൊക്കെ നമ്മൾ ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ ഇതൊന്നും ചുമ്മാതെ സമയം പാഠത്തിലെ രീതികൾ ഉപയോഗിച്ച് ഈ ചിത്രങ്ങൾ നിങ്ങളൊന്ന് വരച്ച് നോക്കാനൊക്കെയാണ് കേട്ടോ. റഫായിട്ട് ചുമ്മാതിരിക്കുമ്പോഴൊക്കെ ഒന്ന് വരച്ച് നോക്കണം കേട്ടോ. എല്ലാവരും നമ്മൾ മറ്റുള്ളവർ ചെയ്ത് കണ്ട് പഠിക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം. ചെയ്തിട്ട് ഇതുപോലെ കളറൊക്കെ അടിച്ച് നമ്മുടെ ക്ലാസ്സിൽ ടീച്ചറുടെ കൈ കൊണ്ട് കൊടുക്കേണ്ട കുഞ്ഞുങ്ങളെ. അതൊക്കെ ഒരു ടീച്ചറിനോട് ടീച്ചറും വേക്കും അവൻ ഇത്രയൊക്കെ പഠിക്കുമോ, ഇത്രയൊക്കെ സമയം മാത്സിന് വേണ്ടി ചിലവാക്കിയെന്നൊക്കെ ടീച്ചർമാരെയൊക്കെ സോപ്പിടാനൊക്കെ ഇതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ ചെയ്ത് പഠിക്കണം കേട്ടോ. മാത്സ് എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളെ ചെയ്തേ പഠിക്കാവൂ. ഇപ്പം ഞാൻ പറഞ്ഞു തന്നു എന്ന് വിചാരിച്ച് നിങ്ങൾക്കിത് മനസ്സിലാവണമെന്നില്ല. നിങ്ങളുടെ ജോലി എന്താണ്? ഇത് ഇരുന്ന് എഴുതി കണക്കല്ലേ, കണക്ക് എപ്പോഴും ചെയ്ത് പഠിച്ചെങ്കിലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളുടെ ജോലി നമ്മുടെ 1, 2, 3 ചാപ്റ്റർ വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഒരുവിധം ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ഇനി നമുക്ക് 4ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. 4ാമത്തെ ചാപ്റ്റർ ഓണപരീക്ഷയ്ക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഞാൻ ഈ ആഴ്ച തന്നെ ഇടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ 3 ചാപ്റ്ററിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഈ കണക്കിനകത്ത് ഓൾറെഡി എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഒന്നും കൂടെ വേണമെങ്കിൽ ബാക്ക് നോക്കിയിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. മാത്സ് ചെയ്ത് തന്നെ പഠിക്കണം കുഞ്ഞുങ്ങളെ. അതുപോലെ നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് മസ്റ്റായിട്ടും വേണ്ടുന്നതാണ് കേട്ടോ. ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബോക്സിനകത്ത് ഇൻസ്ട്രുമെൻറ്റും വേണം കേട്ടോ. എല്ലാവരുടെയും കയ്യിൽ ബോക്സ് കാണാം, പക്ഷെ അതിനകത്തിൽ പിന്നെ അടപ്പില്ലാത്തൊരു പേനയും കാണും, മൊനയില്ലാത്തൊരു പെൻസിലും കാണും, എങ്ങോട്ടെങ്കിലുമൊക്കെ ഇരിക്കുന്ന ഒരു കോമ്പസും കാണും കേട്ടോ. അപ്പോൾ അതല്ല, നല്ലൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വേണം, കാരണം പടം വരച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ പോരട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു.